ക്യാമറ നൺ എന്നറിയപ്പെടുന്ന സിസ്റ്റർ ലിസ്മി CMC മാധ്യമരംഗത്ത് ചെയ്ത സംഭാവനകൾക്ക് ജെയിംസ് ആൽബേറിയോൺ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ 20 പൂനെയിൽ നടക്കുന്ന ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ക്രിസ്ത്യൻ ജേർണലിസ്റ്റുകളുടെ 30ാമത് ദേശീയ കൺവെൻഷനിൽ അവാർഡ് സമ്മാനിക്കും. 25ലധികം ഹ്രസ്വചിത്രങ്ങൾ, 250 വീഡിയോ ആൽബങ്ങൾ, 150 ഡോക്യുമെന്ററികൾ, 100ലധികം അഭിമുഖങ്ങൾ എന്നിവ സിസ്റ്റർ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കൃതികൾ അടിയന്തര സാമൂഹിക വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, ധാർമ്മിക ജീവിതത്തിന് പ്രചോദനം നൽകുന്നു, കാഴ്ചക്കാർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു. അവാർഡിന്റെ വെളിച്ചത്തിൽ സിസ്റ്റർ ലിസ്മി സൺഡേ ഷാലോം ഓൺലൈനിനോട് സംസാരിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഷാലോമിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, ജെയിംസ് ആൽബേറിയൻ അവാർഡ് സന്തോഷമുണ്ട്. തീർച്ചയായും അത് അർഹതപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെയാണ്. കാരണം നിങ്ങളാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചതും വളർത്തിയതും ഈ ഒരു ഫീൽഡിൽ ഒപ്പം നിന്നതും പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയതും ഒക്കെ. ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയാം. കാരണം ഈ ഒരു ഫീൽഡിൽ ഞാനൊരു രോഗിയായിരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നത്. ഈ ഒരു വഴിയിലൂടെ ഇപ്പോഴും അത് ദൈവഹിതമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സമയത്തും കൊണ്ടു നടന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കോൺഗ്രിഗേഷൻ ഒപ്പം നിന്നു, സപ്പോർട്ട് ചെയ്തു. ഏതൊരു കാര്യത്തിനും, പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലെല്ലാം വാങ്ങി തന്ന് ഒപ്പം ജനത്തിൻ്റെ ഒപ്പം നിന്ന് ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ കോൺഗ്രിഗേഷൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു. ഇന്നും സിസ്റ്റേഴ്സ് ഏതൊരു കാര്യത്തിനായാലും കൂടെയുണ്ട്. മറ്റ് കോൺഗ്രിഗേഷൻസിനെ കുറിച്ച് നന്ദിയോടെ ഞാൻ ഓർക്കാം. കാരണം ഒരു വർക്കിന് വിളിക്കാനായിട്ട്, കാരണം നമ്മളൊരു ക്യാമറ കയ്യിലിരുന്നാൽ മാത്രം പോരല്ലോ, പ്രാക്ടീസ് ചെയ്യണം, ചെയ്യാനൊരു വർക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒത്തിരി ഇടവക ജനങ്ങൾ, മറ്റു കോൺഗ്രിഗേഷൻസ് ഒപ്പം നിന്നിട്ടുണ്ട്. നന്ദിയോട് കൂടിയിട്ട് എല്ലാവരും ഓർക്കാണ്. ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒന്നിച്ച് സന്തോഷിക്കാം. പിന്നീട് ഞാനിപ്പം ഇറ്റലിയിൽ പോകാനൊന്നും ഞാൻ വിചാരിച്ചതല്ല. ദൈവം അതും എനിക്കൊരു അവസരം തന്നു. ഫ്രാൻസിസ് പാപ്പ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. ഒത്തിരി സന്തോഷമാണ് പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ. പാവപ്പെട്ട മക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഒരു വീഡിയോയിൽ എങ്ങനെ അവരുടെ പോസിറ്റീവ്സ് കൊണ്ടുവരണം, ഹോപ്പ് കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്രൈസ്തവ മൂല്യം മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇവാഞ്ചലൈസേഷൻ ത്രൂ മീഡിയ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് പിതാവാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ പിതാവിനെ നേരിട്ട് കാണാനും കൈമുത്താനും ബ്ലെസ്സിങ് വാങ്ങാനും കഴിഞ്ഞതും ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ ഒരു സമയത്ത് ഓർക്കാണ്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നന്ദി മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്.